അവനിപ്പോൾ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡാണ്. അച്ഛമ്മയുടെ പിറന്നാൾ ദിവസം ആരാണോ അച്ഛമ്മയെ ഏറ്റവും മനസ്സിലാക്കിയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്, അത് അച്ഛമ്മയുടെ മനസ്സ് നിറയുന്ന ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് അച്ഛമ്മയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മുടെ സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും കിട്ടുവാണ്. ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്താന്നുള്ള കാര്യം എല്ലാവർക്കും അറിയണ്ടേ? ലക്ഷങ്ങൾ വിലമതിക്കുന്ന അച്ഛമ്മയുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു സ്വത്താണ് സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കുമായിട്ട് കൈമാറുന്നത്. അതിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അച്ഛമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈവനിങ്ങിലേക്കാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാവരും എത്തുന്നുണ്ട്, സച്ചി ഒഴികെ. ഇനിയും സച്ചിയെ നോക്കി നിൽക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും അവരൊരു മേടിച്ച ഗിഫ്റ്റ് അച്ഛമ്മയ്ക്ക് കൊടുക്കുവാണ്. ആദ്യമായിട്ട് അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് സുധിയാണ്. അച്ഛമ്മയ്ക്ക് ഒരു നവരത്ന മാലയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. പണ്ട് അച്ഛമ്മയ്ക്ക് ഒരു നവരത്ന മാല ഉണ്ടായിരുന്നു. അത് അച്ഛമ്മയ്ക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അച്ഛമ്മയുടെ മനസ്സ് നിറയ്ക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത്. കാരണം അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടണമല്ലോ, അതാണ് ശ്രുതിയുടെ ഉദ്ദേശം. എന്നാൽ ശ്രുതി അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് മേക്ക് ഓവർ ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകാന്ത് പറയുന്നത്, അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റായിട്ട് തന്നിരിക്കുന്നത് ഈ കേക്കാണ്. ശ്രീകാന്ത്, പൊതുവെ ഞാനങ്ങനെ കേക്ക് കഴിക്കില്ല എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ, അതാണ് അച്ഛമ്മേ ഈ കേക്കിന്റെ സ്പെഷ്യാലിറ്റി. ഷുഗർ വന്ന ആൾക്കാർക്കും അച്ഛമ്മേ ഈ കേക്ക് കഴിക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കേക്ക് തന്റെ റെസ്റ്റോറന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അടുത്തതായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് വർഷയാണ്. വർഷ കൊടുക്കുന്നത് മൊബൈലാണല്ലോ. അത് കണ്ടുടനെ തന്നെ മൊബൈലാണോ എന്നും ഇതില് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് അറിയില്ലല്ലോ മോളെ എന്ന് അച്ഛമ്മ ചോദിക്കുമ്പോൾ, അച്ഛമ്മയ്ക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ഇതാകുമ്പോൾ അച്ഛമ്മയ്ക്ക് സീരിയൽ കാണാം, സിനിമ കാണാം, അതുപോലെ തന്നെ അച്ഛമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെയൊക്കെ കണ്ടിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്തൂടെ. അടുത്തതായിട്ട് മഹിമയാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. മഹിമ ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്തും ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിനകത്ത് ഫ്രൂട്ട്സും പിന്നെ മറ്റൊരു താലത്തിനകത്ത് സാരിയും വെച്ചിട്ട് ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് കേട്ടോ കൊടുക്കാതെ. എന്താ നിങ്ങൾ മടിച്ചോണ്ട് നിൽക്കുന്നത്, അമ്മയ്ക്ക് കൊടുത്തോ എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ വിളിക്കുകയാണ് രവി. ലക്ഷ്മിയാണെങ്കിൽ അത് കൊടുക്കുന്ന സമയത്ത് രേവതി പറഞ്ഞു, അമ്മയ്ക്ക് ഈ കളറ് നന്നായിട്ട് ഇഷ്ടമാണെന്ന്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കളറ് സാരി വാങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. സാരി കണ്ടിട്ട് അച്ഛമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പെറുപെറുക്കുന്നുണ്ട്. മഹിമയുടെ മുമ്പിൽ നമ്മളെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ് 100 രൂപേന്റെ സാരിയും കുറച്ച് ഫ്രൂട്ട്സും മേടിച്ചിട്ട് വന്നിരിക്കുന്നത്. നിനക്ക് എന്താ ചന്ദ്രേ, അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ശരി, എന്തായാലും ബാമേ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറഞ്ഞത് തന്നതുപോലെ തന്നെ നീ പറയണമെന്ന് പറഞ്ഞ് ബാമയും കൂട്ടിയിട്ട് ബാമയുടെ വീട്ടില് മകന്റെ റൂമിനകത്ത് യൂസ് ചെയ്യാത്തൊരു TV ഉണ്ടല്ലോ, ആ TV എടുത്തോണ്ട് വന്നിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. സുധി, ആ ഗിഫ്റ്റ് ഇങ്ങോട്ട് എടുക്കടാ എന്ന് പറഞ്ഞ് TV അമ്മയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുവാണേ. അമ്മ, ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണെന്ന് ചന്ദ്ര പറയുമ്പോ, എന്റെ പൊന്നെ, ഒരു മരുമകള് അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുമെന്ന് ബാമ ചന്ദ്ര പറഞ്ഞു കൊടുത്തതുപോലെ പറയുന്നുണ്ട്. കൊള്ളാല ബാമേ, നീ ചന്ദ്ര പറഞ്ഞു തന്ന അതുപോലെ തന്നെ പറഞ്ഞല്ലോ എന്ന് അച്ഛമ്മ തിരിച്ചു ചോദിക്കുമ്പോഴേക്കും, അയ്യോ അമ്മേ, ഞാനങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല, നീ ഒന്ന് പോയ ബാമേ, ചുമ്മാ ഓരോന്ന് പറഞ്ഞു നിൽക്കാതെ. അമ്മേ, ഈ ഗിഫ്റ്റ് ഞാൻ അമ്മയ്ക്ക് നാട്ടിലേക്ക് കൊടുത്തു വിടാം. അമ്മ ദിവസവും ഇതിനകത്ത് പടം കാണണോ എന്നുള്ള കാര്യം പറയുമ്പോൾ, ചന്ദ്രേ, നീ ഇവിടെ നന്നായിട്ട് പടം ഓടിക്കുന്നുണ്ടല്ലോ. ശ്രീകാന്തെ, നീ ഇതെടുത്തിട്ട് സൈഡിലേക്ക് വെക്കുകയെന്ന് രവി പറയാണ്. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പോഴേക്കും ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര ധൃതിയാണ്. അച്ഛമ്മയ്ക്ക് എല്ലാരും ഗിഫ്റ്റ് തന്നില്ലേ, അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഇനി ആർക്കാണെന്നുള്ള കാര്യം പറഞ്ഞൂടെ. എടാ ശ്രുതി, നീ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ, സച്ചി കൂടി വരട്ടെ എന്ന് അച്ഛമ്മ പറയുമ്പോ രേവതിയാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അച്ഛമ്മേ, എന്തായാലും അവൻ ഇന്ന് വരുന്ന മട്ടില്ല, മിക്കവാറും നാളെ രാവിലെ വന്നിട്ട് തല കാണിക്കാനുള്ള ലക്ഷണേ ഉള്ളൂ. നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. എടാ ഓട്ടക്കാര എന്ന് വിളിച്ചുകൊണ്ട്, നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ലടാ എന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഭയങ്കര നല്ല മാസ് എൻട്രിയോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണേ. രേവതി ആണെങ്കിൽ ഓടി ചെല്ലുന്നുണ്ട്. സച്ചിയേട്ടൻ എന്ന് ഫോൺ ചെയ്തിട്ട് എടുക്കാൻ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയി. രേവതി, എടാ നീ ഇങ്ങോട്ട് പാടാ സച്ചി എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വിളിക്കുന്നുണ്ടേ. സച്ചി വന്നപ്പോഴേക്കും ബാക്കിയുള്ള എല്ലാവരും അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. സച്ചി അരികിലെത്തിയ ഉടനെ തന്നെ ചെവിക്കൊരു നുള്ളും അതുപോലെ തന്നെ പുറത്തിട്ടൊരു അടിയും കൊടുക്കുന്നുണ്ട് അച്ഛമ്മ. എടാ, നീ രാവിലെ ഇവിടുന്ന് പോയതല്ലേ, എന്നിട്ട് ഇപ്പോഴാണോ കയറി വരുന്നത്? അപ്പോ നിനക്ക് അത്രയേ ഉള്ളൂ അല്ലേ എന്നോട് സ്നേഹം? അതെന്താ അച്ഛമ്മ അങ്ങനെയൊക്കെ പറയുന്നത്?
കുറച്ച് ലേറ്റ് ആയി പോയി അച്ഛമ്മേ, സോറി എന്നൊക്കെ പറയുമ്പോഴേക്കും എടാ സച്ചി, ഞങ്ങള് എല്ലാവരും ഗിഫ്റ്റ് കൊടുത്തു. കണ്ടില്ലേ അച്ഛമ്മയുടെ കഴുത്തില് അത് ഞാൻ കൊടുത്ത ചെയിനാണ്. അത് കേട്ട് സച്ചി ചെയിനിലേക്ക് ഒരു നോട്ടമൊക്കെ നോക്കുന്നുണ്ട്. ഇനി നീ മാത്രമേ ഗിഫ്റ്റ് കൊടുക്കാനുള്ളൂ, നീ എന്താ മേടിച്ചോണ്ട് വന്നതെന്ന് സുധിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് എടാ ഞാൻ ഒന്നും മേടിച്ചോണ്ട് വന്നില്ല എന്ന് പറയാണേ. അച്ഛമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇവൻ വെറും കൈയോടെ കൂടിയിട്ടാ വരിക എന്നുള്ള കാര്യം. അല്ലെങ്കിലും സച്ചി ഒന്നും തരണമെന്ന് താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും അവൻ എന്റെ കൂടെ ഇരുന്നാൽ മാത്രം മതിയെന്ന് എന്നോട് ഇത്രയും സ്നേഹമുള്ള എൻ്റെ അച്ഛമ്മയ്ക്ക് ഞാൻ ഒന്നും ചെയ്യാണ്ടിരിക്കോ? അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും മേടിച്ചോണ്ട് വന്നിട്ടില്ല, പക്ഷെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛമ്മമാരെ കയറി വന്നോളൂ എന്ന് സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും രണ്ടുപേര് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അവരെ കണ്ടിട്ട് ആർക്കും മനസ്സിലാവുന്നില്ല ഇതാരെന്ന് മട്ടിൽ എല്ലാവരും നോക്കി നിൽക്കുവാണ്. പക്ഷേ വന്നിരിക്കുന്നത് അന്ന് സച്ചിയുടെ കൂടെ ഇരുന്നു കൊണ്ട് രണ്ടുപേരുടെ ഫോട്ടോ കാണിച്ച് അച്ഛമ്മ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛമ്മയുടെ രണ്ട് പഴയ കാല ഫ്രണ്ട്സ്. അവരെ ഒരുപാട് നാളായിട്ട് അച്ഛമ്മയ്ക്ക് കാണാൻ വേണ്ടി പറ്റാത്തതിന്റെ വിഷമത്തെക്കുറിച്ചൊക്കെ സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അവരെയാണ് നമ്മുടെ സച്ചി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. അച്ഛമ്മയുടെ പിറന്നാൾ ദിവസം അച്ഛമ്മയുടെ മനസ്സ് നിറയ്ക്കുന്ന ആ ഗിഫ്റ്റ് സച്ചി കൊടുക്കുവാണ്. അവരെ കണ്ട സന്തോഷത്തില് അച്ഛമ്മ കുറച്ചു നേരം അവിടെ സ്റ്റക്കായ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് സന്തോഷത്തില്. എന്നതിന് ശേഷം അവരുടെ അരികിലേക്ക് ചെന്നിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് കുറച്ചു നേരം മൂന്ന് പേരും കൂടി ചേർന്ന്. അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛമ്മ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് സന്തോഷത്തില്. ആ സന്തോഷത്തില് തിരിച്ചും സച്ചി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരുടെ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന അച്ഛമ്മയുടെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. അച്ഛമ്മയുടെ കണ്ണുകൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല അവർ രണ്ടുപേരും തന്നെയാണോ അവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇനി നിങ്ങളെ ഒരിക്കലും കാണാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത്. വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം ഉണ്ടെന്നുള്ള കാര്യം കലാവതി പറയുമ്പോ അതെ, ഒരിക്കലെങ്കിലും നിന്നെ ഒന്ന് കാണണമെന്ന് ഞങ്ങളും ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് സാധിച്ചു. സച്ചിയാണല്ലോ അവരെ കൂട്ടിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ രേവതി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഇത് ആരാണെന്ന്. സച്ചി അതിന് മറുപടി ഒന്നും പറയാതെ അച്ഛമ്മയെ രേവതി ചോദിക്കുന്നു ഇത് ആരാണെന്നുള്ള കാര്യം. രേവതി ഇവര് എന്റെ കൂടെ പഠിച്ചവരാണ്. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതുവരെ രണ്ടുപേരും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കേട്ട വർഷ, ഓ അപ്പോ ഇത് അച്ഛമ്മയുടെ ഓൾഡ് ബഡ്ഡീസ് ആണല്ലേ. ഫ്രണ്ട്സ് എല്ലാരും റീയൂണിയൻ ചെയ്തു അല്ലേ. അവരവസാനമായിട്ട് പരസ്പരം കണ്ടുമുട്ടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. രവിയുടെ കല്യാണത്തിനും അത് കഴിഞ്ഞ് സുധിയെ കാണാനൊക്കെ അവർ വന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറയുന്നത്. തുടർന്ന് കലാവതിയാണെന്നുണ്ടെങ്കിൽ രവിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. രവിയുടെ അടുത്ത് ഇവരെ കണ്ട ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ അമ്മ എനിക്ക് മനസ്സിലായി, അന്ന് കണ്ടൊരു ചെറിയ ഓർമ്മയുണ്ടെന്നൊക്കെ രവി പറയാണ്. രവിയെ കണ്ട ഉടനെ തന്നെ എന്തായാലും കലാവതി നിന്റെ ഭർത്താവിന്റെ അതേ ചായയാണ് രവിക്ക്. അപ്പോ എന്റെ ഭർത്താവിന്റെ ചായ ഇല്ലാതെ പിന്നെ എന്റെ മകന് ആരുടെ ചായ കിട്ടാനോ എന്നൊക്കെ ചോദിച്ച് അവരിങ്ങനെ മൂന്ന് പേരും കൂടി ചിരിച്ച് സന്തോഷമായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അത്ര ദഹിക്കുന്നൊന്നുമില്ല കേട്ടോ. തുടർന്ന് അച്ഛമ്മ സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നീ ഇവരെ കണ്ടുപിടിച്ചതെന്നുള്ള കാര്യം. അച്ഛമ്മ ഒരു ബുക്കിനകത്ത് ഇവരുടെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ നമ്പർ വെച്ചിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ്. കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു, പക്ഷെ എന്തായാലും അച്ഛമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയെന്ന് പറയാണേ. സച്ചി ഒരുപാട് നാളുകൾക്ക് ശേഷം ഏകദേശം 30 വർഷം പിറകിലോട്ട് ഞാൻ പോയി. ഇപ്പോഴാണ് ഇത്രയും സന്തോഷത്തിലിരിക്കുന്നത് ഞാന്. സച്ചി എന്തായാലും വളരെ നല്ല പയ്യനാണ് കലാവതി. ഞങ്ങളെ തേടി പിടിച്ചിട്ട് നിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു തന്നില്ലേ. അത് കഴിഞ്ഞ് അച്ഛമ്മ എല്ലാവരെയും പരിചയപ്പെടുത്തുവാണ്. ആദ്യം ശ്രീകാന്തിനെ കാണിച്ചിട്ട് ഇതെന്റെ ഇളയ പേരക്കുട്ടിയാണ്, അത് കഴിഞ്ഞിട്ട് സച്ചി, അത് കഴിഞ്ഞിട്ട് സുധി നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അച്ഛമ്മ. സുധി അരികിലേക്ക് എത്തുമ്പോഴേക്കും അതിലുള്ള ഒരു അച്ഛമ്മ പറയുന്നുണ്ട്, ആ ഇവനല്ലേ പണ്ട് ഡ്രസ്സൊന്നും ഇടാതെ അവിടെ നാട് മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. സുധിക്ക് അത് വലിയൊരു അപമാനമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അത് കേട്ട ഉടനെ തന്നെ എല്ലാവരും ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുധി പോയ സ്പീഡിൽ തന്നെ തിരിച്ച് ചന്ദ്രയ്ക്ക് അരികിലേക്ക് പോയി നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ചന്ദ്രയെ നോക്കിയിട്ട് കലാവതി ഇതല്ലേ നിന്റെ മരുമകള്? അതെ, അന്ന് ഞങ്ങൾ കണ്ട സമയത്ത് ഇവള് ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു, ഇപ്പൊ അങ്ങ് തടിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോ ആ അവളല്ലെങ്കിലും അങ്ങനെ തന്നെയാന്ന് ചന്ദ്രവതിയെ കളിയാക്കുന്ന രീതിയിൽ കലാവതി പറയുന്നുണ്ട്. ഇനി എന്റെ മരുമക്കൾ എല്ലാവരും ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. രേവതിയെ കാണിച്ചുകൊണ്ട് ഇവളാണ് ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന ആദ്യത്തെ മരുമകള്, എന്നാ ശ്രുതിയാണ് മൂത്ത മരുമകൾ. ഇത് എന്റെ ഇളയ പേരക്കുട്ടിയുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് വർഷയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. വർഷയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മമാർക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ തിരിച്ചു. അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛമ്മ ഇനി നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന്. അതിനെന്താ, ഇനി സന്തോഷമായിട്ട് കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞ അച്ഛമ്മ ഫ്രണ്ട്സിന്റെ രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. അച്ഛമ്മയുടെ ആ സന്തോഷം കാണുമ്പോൾ സച്ചിക്കും രേവതിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്.
സച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് രേവതിയാണെങ്കിൽ ആ കൊള്ളാം എന്ന മട്ടിൽ തലയാട്ടി കൊണ്ട് ചിരിക്കുന്നുണ്ട്. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതിന് ശേഷം കേക്കൊക്കെ എല്ലാവർക്കും രേവതി കട്ട് ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവർ പഴയ ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരാളുടെ അടുത്ത് കലാവതി ചോദിക്കുന്നുണ്ട്, ഇപ്പം നിന്റെ മകനും മരുമകളും നല്ല രീതിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യം. അവൻ പറയുന്ന കാര്യങ്ങളൊന്നും വീട്ടിൽ നടക്കില്ല, അവളുടെ ഇഷ്ടത്തിന് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, എന്ത് ചെയ്യാനാന്നൊക്കെ ആ അച്ഛമ്മ പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണ്, എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചിലരുടെ വിധി അങ്ങനെ ആയി പോയില്ലേ എന്ന് ചന്ദ്രയെ കൊള്ളുന്ന രീതിയിൽ രവി അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുമായിട്ട് പറയുകയാണ്. അടുത്തതായിട്ട് അച്ഛമ്മ രേവതിയെ വിളിച്ചിട്ട്, രേവതിയാണ് ഈ വീട്ടിലേക്ക് കയറി വന്ന ആദ്യത്തെ മരുമകള്, സച്ചിയുടെ ഭാര്യയാണ്, അവള് പൂക്കച്ചവടം നടത്തുന്നത്, പൂ കെട്ടിയിട്ട് വണ്ടിയിൽ കൊണ്ടുപോയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ വലിയ കാര്യത്തിൽ അച്ഛമ്മ പറയുന്നുണ്ട്. രേവതിയെ കുറിച്ചിട്ട് നല്ല കാര്യങ്ങളൊന്നും പറയുന്നത് ചന്ദ്രയ്ക്കകത്ത് ദഹിക്കുന്നില്ല. രേവതിയെ കണ്ടോടനെ തന്നെ അതിലൊരു അച്ഛമ്മ പറയുന്നുണ്ട്, പണ്ട് ചെറുപ്പത്തില് കലാവതി നീ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഉണ്ട് രേവതിയെ കാണാനും. അത് കഴിഞ്ഞ് വർഷയെ വിളിച്ചിട്ട്, വർഷ ഈ സീരിയലിലും അതുപോലെ തന്നെ സിനിമയിലൊക്കെ ഡബിംഗ് ജോലിയാണ് ചെയ്യുന്നത്, എന്തായാലും കലാവതി നീ പണ്ടത്തെ പോലെ തന്നെയാണ്, നിന്റെ മുഖമൊക്കെ നല്ല പളപള മിന്നുന്നുണ്ട് എന്നുള്ള കാര്യം അതിലൊരു അച്ഛമ്മ പറയുമ്പോ, ഇതെല്ലാം എന്റെ മൂത്ത പേരക്കുട്ടിയുടെ കലാവിരുതാണ്. കലാവതി നിന്റെ ഭർത്താവ് ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ ഒന്നുകൂടി കല്യാണം കഴിച്ചേനെ. ഭർത്താവിന്റെ കാര്യം വിട്, എന്തായാലും പണ്ടത്തെ ഒരു കാമുകന്റെ കാര്യത്തെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛമ്മയുടെ പ്രണയ കഥയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് സച്ചിക്ക് അരക്കിലേക്ക് രേവതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ അടുത്ത് ചോദിക്കാതെ സച്ചിയേട്ടൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ, എന്തായാലും കിടലിന് സർപ്രൈസ് അല്ലേ രേവതി? അതെ സർപ്രൈസ് ആണ്, ഞാൻ ഫോൺ ചെയ്തപ്പോഴെങ്കിലും സച്ചിയേട്ടനൊന്ന് ഫോൺ എടുത്തിട്ട് കാര്യങ്ങളെ കുറിച്ച് പറയായിരുന്നു, പക്ഷേ നീ അച്ഛമ്മ ചോദിക്കുന്ന സമയത്ത് എന്തായാലും അച്ഛമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയും, അപ്പോ സർപ്രൈസ് പൊളിയില്ലേ? സച്ചേട്ടന് അത്ര എന്റെ മേലെ വിശ്വാസമുള്ളൂ അല്ലേ എന്ന് രേവതിയുടെ ചോദ്യത്തിന്, വിശ്വാസത്തിന്റെ കാര്യമല്ല രേവതി, നിനക്ക് അച്ഛമ്മയുടെ ഒരു സ്നേഹം കൂടുതലാണെന്നുള്ള കാര്യം എനിക്കറിയാം, അപ്പോ അച്ഛമ്മ ചോദിക്കുമ്പോൾ നീ പറഞ്ഞു പോകും. നമ്മളെ കൊണ്ട് അച്ഛമ്മയ്ക്ക് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ യുക്തിപൂർവ്വം ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്തു. ഇപ്പോ അത് കാരണം അച്ഛമ്മ എന്തോരം സന്തോഷിക്കുന്നുണ്ടെന്ന് ഒന്ന് നോക്കിയേ. അച്ഛമ്മയുടെ സന്തോഷം കണ്ടിട്ട് രസിച്ച് നിൽക്കുകയാണ് സച്ചിയും രേവതിയും, അതുപോലെ തന്നെ രവിക്കും അമ്മ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ച ഒരു ഫീലിങ്സിൽ ഇങ്ങനെ അതെല്ലാം കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരുടെ മുഖത്തും ഭയങ്കര സന്തോഷത്തിലിരിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെങ്കിൽ മുഖം ഏറ്റുപിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്താ ശ്രുതി കാര്യമെന്ന് ശ്രുതി ചോദിക്കുന്ന സമയത്ത് സച്ചി അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ള കാര്യമാണ് ഞാൻ വിചാരിച്ചത്, എന്നാ അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ? അത് ശരിയാണ്, ഞാനും ഒരിക്കലും സച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്തില്ല എന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട്. ഇനിയിപ്പോ എന്തായാലും അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് സച്ചിക്ക് തന്നെയായിരിക്കും. അതൊന്നും ഒരിക്കലും ശ്രുതി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, കാരണം നമ്മൾ രണ്ടുപേരും അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു. രേവതി ഇതുവരെ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും ചെയ്യാതിരിക്കുന്ന സമയത്ത് അച്ഛമ്മയ്ക്ക് ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതേസമയം രേവതി സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഞാന് അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടം ചെയ്തിട്ടുണ്ട് എന്ന്. എന്താ എന്ന് സച്ചി ചോദിക്കുമ്പോ, ദേവു നീ ആ ഫോൺ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയുടെ കൊണ്ട് അച്ഛമ്മയുടെ ഇതുവരെയുള്ള ജീവിതത്തിന്റെ ആ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമ്മുടെ രേവതി പറയിപ്പിച്ച് ഒരു വീഡിയോ പോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് സച്ചിക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുടക്കം കാണുമ്പോൾ തന്നെ സച്ചിക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഒരു നിമിഷം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ രേവതി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇപ്പൊ കാണാം എന്ന് പറഞ്ഞിട്ട് ടി-വിയിൽ കണക്ട് ചെയ്യാണേ. എന്തായിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഭയങ്കര ആകാംക്ഷയിൽ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛമ്മയുടെ ഇതുവരെയുള്ള ജീവിത അനുഭവങ്ങളാണ് ആ വീഡിയോയിലകത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. അത് കേട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. വീട്ടിൽ പ്രശ്നം വരണം അല്ലെങ്കിൽ കലഹം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ദിവസമെങ്കിലും ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ മുഖത്തേക്ക് നോക്കുവാണേ. തുടർന്ന് സച്ചിയുടെ അടുത്ത് രവി പറയുന്നുണ്ട്, സച്ചി ഈ ഷോ ഇടയ്ക്കിടയ്ക്ക് ഈ വീട്ടിൽ ഓടണം. ഇത് കേട്ട സച്ചി, അതിനെന്താ വെച്ചാൽ നമുക്ക് ദിവസവും 3 ഷോ തന്നെ ഇവിടെ ഓടിക്കാം. ഇത്രയും ചെയ്ത രേവതിയുടെ അടുത്ത് വെരി ഗുഡ് രേവതി എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്.
അച്ഛ രേവതിയുടെ ഐഡിയ സൂപ്പർ അല്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സൂപ്പർ ഐഡിയ ആണെടാ. രേവതി ചേച്ചി, അച്ഛമ്മയുടെ ഈ സ്പീച്ച് ഉണ്ടല്ലോ എനിക്കും കൂടി ഫോർവേഡ് ചെയ്ത് തരണം. ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് കാണുകയും ചെയ്യാം. ഞാൻ ഒരുപാട് പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. സച്ചിയുടെ രേവതിയും ഗിഫ്റ്റ് കാണുമ്പോഴേക്ക് തന്നെ ഭാമയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ചന്ദ്രയ്ക്ക് ഈ സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടില്ല എന്ന്. അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രയുടെ മുഖം അങ്ങ് വീർത്ത പോലെയുണ്ട്. കേക്ക് കഴിച്ചതിന് ശേഷം അച്ഛമ്മയുടെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എന്തായാലും കലാവതി കേക്ക് നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന്. അത് എൻ്റെ പേരക്കുട്ടി ചെയ്തതാണ്. ശ്രീകാന്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കേക്കാന്ന്. അരികിലേക്ക് ചെന്നിട്ട്, ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, ആർക്ക് വേണമെങ്കിലും കഴിക്കാം, ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കഴിക്കാം. അങ്ങനെ ശ്രീകാന്തിനെ നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ടല്ലോ അച്ഛമ്മ. സ്പെഷ്യൽ ഗിഫ്റ്റിന് ഇനി ഒരു പക്ഷേ ശ്രീകാന്തിനായിരിക്കോ എന്നുള്ള ടെൻഷനിലാണ് സുധി. ഇനി എന്തായാലും വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പോയി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് സുധി അച്ഛമ്മയ്ക്ക് അരികിലേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛമ്മേ ഞങ്ങൾ എല്ലാവരും അച്ഛമ്മയ്ക്ക് ഗിഫ്റ്റ് തന്നു, ഇനി അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആർക്കാണെന്ന് പറഞ്ഞൂടെ? ഓ, അപ്പൊ ഇതിനായിരുന്നു അല്ലേ നീ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്ന സച്ചി ചോദിക്കുമ്പോഴേക്കും, നിക്കടാ, എന്തായാലും എന്റെ ഗിഫ്റ്റ് ആർക്കാന്നുള്ള കാര്യം ഞാൻ തന്നെ പറയാം. ഇന്ന് എന്റെ മനസ്സ് എന്തായാലും ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. ചന്ദ്രേ, നീ പോയിട്ട് എന്റെ ബാഗ് എടുത്തിട്ട് വാ എന്ന് പറയുന്നുണ്ടേ. ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ചന്ദ്ര ബാഗ് എടുത്തിട്ട് വരുവാണ്. ബാഗിൽ നിന്നും ഒരു ബോക്സ് എടുത്തിട്ട് ആദ്യം പൂജാമുറിയിലേക്കാണ് അച്ഛമ്മ ചെല്ലുന്നത്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തേക്ക് വരുവാണ്. ഞാനിപ്പോ തരാൻ വേണ്ടി പോകുന്നത് സാധാരണയായിട്ടുള്ള ഒരു കാര്യമല്ല, 6 തലമുറയായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ളതാണ് എന്നതിന് ശേഷം ഒരു ചെറിയ പെട്ടിയാണ്. ആ പെട്ടിക്കകത്ത് നിന്ന് ഒരു കോയിൻ എടുത്ത് കാണിക്കാണ്. അതൊരു ഗോൾഡ് കോയിൻ ആണ്. നല്ല വിലപിടിപ്പുള്ള സാധനമാണ്, ലക്ഷങ്ങൾ വില മതിക്കുന്ന സാധനം. അതാർക്കും വിൽക്കാനൊന്നും പറ്റില്ല. കാര്യം തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു പരമ്പരാഗത സ്വത്ത് എന്നുള്ള രീതിയിലാണ് കാത്തു സൂക്ഷിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട്. അമ്മേ, ഇത് അമ്മയുടെ കയ്യിൽ തന്നെ വെച്ചാൽ പോരെ എന്ന് രവി ചോദിക്കുമ്പോൾ, അല്ല രവി, ഇത് പരമ്പരയായിട്ട് കൈമാറിയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇനിയുള്ള തലമുറയ്ക്ക് അത് കൈമാറാനുള്ള സമയമായി. ഇത് വെറും ഒരു ഗോൾഡ് കോയിൻ ആണെന്ന് വിചാരിക്കരുത്. ഇത് നമ്മുടെ കുടുംബത്തിന്റെ ഗൗരവമാണ്. ഇത് ശരിയായിട്ടുള്ള ആളുടെ കയ്യിൽ എത്തിച്ചേരണമെന്ന് ഞാൻ വിചാരിച്ചു. അത് കണ്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ഇങ്ങനെ അടക്കം പറയുന്നുണ്ട്, അത് പഴയ കാലത്തെ സ്വർണ്ണല്ലേ, എന്തായാലും നല്ല വിലയുണ്ടാകും. അതുപോലെ തന്നെ മഹിമയും വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ കുടുംബത്തില് ഗൗരവമായിട്ട് കയറി വന്നിരിക്കുന്ന മരുമകൾ നീയല്ലേ, അപ്പോ അത് നിനക്ക് തന്നെ കിട്ടണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷ തിരിച്ച് മഹിമയുടെ അടുത്ത്, അമ്മേ, ഇവിടെ ആരെയും ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവ് ചെയ്തിട്ട് ഒന്ന് മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ മഹിമയുടെ വായ അടപ്പിക്കുകയാണ്. തലമുറയായിട്ട് കൈമാറി വരുന്ന എന്നുള്ള കാര്യം പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് ഒരുപക്ഷെ രവിയേട്ടനായിരിക്കും കൊടുക്കുക എന്നുള്ള കാര്യം ഭാമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അത് തന്റെ കയ്യിൽ തന്നെയാണല്ലോ എത്തുക എന്നുള്ള കാര്യം ഭയങ്കര സന്തോഷത്തോടു കൂടി ചന്ദ്ര പറയാണ്. നിങ്ങൾ എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തന്നു, അത് എൻ്റെ മനസ്സിന് അറിഞ്ഞിട്ടുണ്ട്. ചന്ദ്രേ, ഇത്രയും നാൾ ഞാൻ നാട്ടില് ചെറിയ ടിവിയിലായിരുന്നു സിനിമ എല്ലാം കണ്ടോണ്ടിരുന്നത്. ഇനി എന്തായാലും നീ തന്നിരിക്കുന്ന ആ വലിയ ടിവി തന്നെ ഞാൻ സിനിമ കാണും. നാട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും ഞാൻ ഭയങ്കര മതിപ്പോട് കൂടിയിട്ട് പറയും നീ എനിക്ക് തന്ന ഗിഫ്റ്റാണ് എന്നുള്ള കാര്യം. എന്തായാലും ചന്ദ്രേ, ഒരു ദിവസം നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു പറയാണേ. അത് കൈവിട്ടു പോയിന്ന് ആ സംസാരം കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട്. മുഖവും ആകെ മൊത്തം വാടി പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് രവിയുടെ കാര്യം പറയുന്നത്. എൻ്റെ മകൻ ദേവിക്ക് അണിയിച്ച പട്ടുപുടവ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചു തന്നു, അതും എനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അടുത്തോളം വരുന്നത് ശ്രുതിക്കാണ്. എൻ്റെ മൂത്ത പേരക്കുട്ടി എനിക്ക് വേണ്ടിയിട്ട് നവരത്നമാല അണിയിച്ചു. ഇതെന്തായാലും ശ്രുതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൂടി കേൾക്കുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അച്ഛമ്മേ, അപ്പോൾ ഈ ഗിഫ്റ്റ് എനിക്കാണോ തരാൻ വേണ്ടി പോകുന്നത്? പക്ഷെ രവിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ആദ്യം അമ്മയൊന്ന് പറയട്ടടാ, ശ്രുതിയും ഇന്ന് എന്നെ നന്നായിട്ട് ഒരുക്കി തന്നിട്ടുണ്ട്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ഇന്ന് ഒരു വലിയ കേക്ക് ഉണ്ടാക്കിയിട്ട് താരമാവുകയും ചെയ്തു. വർഷ എനിക്ക് വേണ്ടിയിട്ട് ഫോൺ മേടിച്ചു തന്നു. എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാം ഞാൻ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. എങ്കിലും ലോകത്ത് പണത്തിനേക്കാളും ഏറ്റവും കൂടുതൽ പ്രധാനം സ്നേഹവും ബന്ധവും ഒക്കെയാണ്. ഇനി ഒരിക്കലും ഞാൻ കാണില്ല എന്ന് വിചാരിച്ച ഇവർ രണ്ടുപേരെയും എൻ്റെ സച്ചി എൻ്റെ കൺമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. ആ സന്തോഷത്തിന് എനിക്ക് അളവില്ല എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും, മതി അച്ഛമ്മേ, ഞങ്ങളെ പുകഴ്ത്തിയത്, ഞങ്ങൾക്ക് നാണം വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മനുഷ്യ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കേണ്ടത് പണവും കുറെ സ്വത്തുക്കളൊന്നുമല്ല, ഒരുപാട് അനുഭവങ്ങളാണ്. അത് എല്ലാവർക്കും മനസ്സിലാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രേവതി എൻ്റെ അനുഭവങ്ങള് ഒരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. എൻ്റെ കാലത്തിന് ശേഷവും വരുന്ന തലമുറ ഇത് കാണണം. അങ്ങനെ നമ്മുടെ രേവതി എൻ്റെ അനുഭവങ്ങൾ ഒരു പടമായിട്ട് തന്നെ എല്ലാവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. രണ്ടുപേരും
പണം കൊണ്ടല്ലാതെ എൻ്റെ മനസ്സ് നിറയ്ക്കുന്ന സമ്മാനമാണ് തന്നിരിക്കുന്നത്. അങ്ങനെ എൻ്റെ മനസ്സ് നിറച്ച ഇവർക്ക് രണ്ടുപേർക്കുമാണ് എൻ്റെ ഈ പരമ്പരാഗതമായിട്ട് കിട്ടിയിരിക്കുന്ന സ്വത്തുക്കൾ കൈമാറാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ തീരുമാനം കേൾക്കുമ്പോൾ ശരിയായിട്ടുള്ള തീരുമാനമാണ് അമ്മ എടുത്തത് എന്നുള്ള കാര്യം രവിയും പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും ഒഴികെ. സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും അരികിലേക്ക് വന്നിട്ട് അച്ഛമ്മ അത് കൈമാറുന്നതിന് മുമ്പായിട്ട് പറയുന്നുണ്ട്, ദിവസവും പൂജാമുറിയിൽ വെച്ചിട്ട് പൂജ ചെയ്യുകയും വർഷത്തിലൊരിക്കൽ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ശുദ്ധി വരുത്തുകയൊക്കെ വേണം. ഈ വീട് വിട്ട് ഒരിക്കലും ഇത് പുറത്തു പോകാൻ വേണ്ടി പാടില്ല, അതുപോലെ തന്നെ വിൽക്കാനോ ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ചെയ്തോളാം എന്ന് രേവതി പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേർക്കുമായിട്ട് അച്ഛമ്മയുടെ ആ പരമ്പരാഗത സ്വത്തുക്കള് അച്ഛമ്മ കൈമാറുകയാണ്. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് നമ്മുടെ ചന്ദ്രമതിയും അതുപോലെ തന്നെ ശ്രുതിയും. അവരൊക്കെ കുറെ പൈസ കൊടുത്ത് ഓരോ സാധനങ്ങൾ മേടിച്ചു എന്നല്ലാതെ അതൊക്കെ വെറുതെ ആയിപ്പോയി എന്നുള്ളൊരു തോന്നല് ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ എല്ലാവരും.